ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത. മസ്റ്റ് വാച്ച് ആണോ? എക്സ്ക്ലൂസീവാ. സത്യത്തിൽ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഞാൻ പ്രേമലാലേട്ടനോട് ചോദിച്ചിട്ടില്ല, കാരണം എനിക്കും കൂടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇത് കേൾക്കാനായിട്ട്. ഒരു കശ്മീർ ഭീകരവാദി ഇന്ത്യൻ സൈന്യത്തിന്റെ ക്യാപ്റ്റൻ. നമ്മളിത് പറഞ്ഞാൽ ആളുകൾ തന്നെ പറയും നമുക്ക് തലയ്ക്കെന്തോ കുഴപ്പമാണെന്ന്. സത്യത്തിൽ അതെന്താണ് സംഭവം? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആളിപ്പോഴും ജീവനോടെ ഉണ്ട്. ഒരു 56 വയസ്സേ ഉള്ളൂ. അയാളിപ്പോൾ മിലിറ്ററി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം സത്യമാണ്. അയാളുടെ പേര് മുഷ്താഖ് അഹമ്മദ് എന്നാണ്. മുഴുവൻ പേര് മുഷ്താഖ് അഹമ്മദ് ഭട്ട്, 56 വയസ്സുകാരൻ. മറ്റൊരു സംഗതി കൂടിയുണ്ട്, ഇയാൾ കാശ്മീരിലെ പുൽവാമ സ്വദേശിയാണ്. സംഭവം ഇത്രേ ഉള്ളൂ. ഇയാൾ തെക്കൻ കാശ്മീരിലെ പുൽവാമ എന്ന് പറയുന്ന സ്ഥലത്തെ സൗസു എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഇയാൾ സ്വാഭാവികമായിട്ട് ഇയാളുടെ അപ്പോഴത്തെ 1980 സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ ഈ കാശ്മീർ എന്ന് പറയുന്ന ഒരു ഭീകരവാദ കേന്ദ്രമായിരുന്നു. അവിടെ ഒരുപാട് ഭീകരവാദ ആക്രമണങ്ങൾ, ഇന്നത്തെ കാശ്മീരല്ല അന്ന്, ഒരുപാട് സംഘർഷങ്ങളും മറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ കുടുംബം ഒരു കോൺഗ്രസ് അനുഭാവ കുടുംബമായിരുന്നു. അപ്പോൾ ഇയാളെ അതുകൊണ്ട് തന്നെ അന്ന് ഭരിക്കുന്ന കോൺഗ്രസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദ ഗ്രൂപ്പുകളെല്ലാം ഇവരുടെ ഫാമിലിയെ വല്ലാണ്ട് ടാർഗറ്റ് ചെയ്തിരുന്നു. ഇവരെ ഉപദ്രവിക്കുക, ഇവരെ ഭീഷണിപ്പെടുത്തുക, അതുപോലുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളും ഒരു പരിധിവരെ ഈ വിഘടനവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായി ഇയാൾ പാകിസ്ഥാനിലേക്ക് പോയി. പോയത് ഏതാണ്ട് 1989-ലാണ്. 1989 അവിടെ ചെന്നിട്ട് ഇയാൾ ചെന്ന് പെടുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻകാരുണ്ടല്ലോ, ആ താലിബാൻകാരുടെ കൂടെ ഇയാളങ്ങ് കൂടി. എന്നിട്ട് ഇയാൾ അവിടെ ഈ താലിബാന് വേണ്ടിയിട്ട് യുദ്ധം വരെ നടത്തിയിട്ടുണ്ട്. അവിടെ ഈ ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. താലിബാൻ തന്നെ ഗോത്രങ്ങൾ തിരിച്ച് സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഈ വടക്കൻ ഗോത്രത്തിനെതിരായിട്ട് യുദ്ധം, അവർക്ക് വേണ്ടി താലിബാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിട്ടൊരാൾ കൂടിയാണ് ഇയാൾ, ഈ മുഷ്താഖ് അഹമ്മദ് എന്ന് പറയുന്ന ആൾ. അതുമാത്രമല്ല, അതിനുശേഷം 1990 സമയമായപ്പോൾ അയാൾ പാകിസ്ഥാനിലെ പരിപാടികളൊക്കെ നിർത്തിയിട്ട് കാശ്മീരിൽ തിരിച്ചു വന്നു. കാശ്മീരിൽ തിരിച്ചു വരുന്നത് ഈ പറയുന്ന ഹിസ്ബുൾ മുജാഹിദീൻ എന്ന് പറയുന്ന ഭീകരവാദ ഗ്രൂപ്പിൻ്റെ ഒരു ഭീകരവാദി, ഒരു പ്രവർത്തകൻ, അതായത് നമ്മൾ നുഴഞ്ഞു കയറ്റം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അപ്പോൾ അതേപോലെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഒരു ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരവാദിയായിരുന്നു ഈ പറയുന്ന മുഷ്താഖ് അഹമ്മദ്. പിന്നീട് ഇയാൾക്ക് കാശ്മീരിലെ അപ്പോഴത്തെ സാഹചര്യവും പാകിസ്ഥാനിൽ അയാൾക്കുണ്ടായ ജീവിത സാഹചര്യവും വെച്ച് ഇയാൾക്ക് ഒരു കമ്പാരിസൺ വന്നു. അതായത് പാകിസ്ഥാൻ ഏത് തരത്തിലാണ് ഈ സ്വതന്ത്ര കാശ്മീർ അല്ലെങ്കിൽ കാശ്മീരിൻ്റെ വിമോചനം എന്നുള്ള ആ ഒരു ആശയത്തെ പാകിസ്ഥാൻ എങ്ങനെയാണ് അത് വഴിതിരിച്ച് വിട്ടിട്ട് ഇന്ത്യക്കെതിരെയുള്ളൊരു ഭീകരവാദ പ്രവർത്തനം മാത്രമാക്കി അത് ചുരുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ ഇയാളുടെ ആ തിരിച്ചറിവിൽ നിന്ന് ഇയാൾ ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻറ്റ്, അണ്ടർ കവർ ഏജൻ്റായിട്ട് ഇയാൾ മാറി. അതായത് രഹസ്യങ്ങൾ, അതായത് ഭീകരവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ഇന്ത്യൻ ആർമിക്ക് കൊടുക്കുന്ന ഒരു അണ്ടർ കവർ ഏജൻ്റായിട്ട് അയാൾ മാറുകയാണ്. അത് 1994 കാലയളവിലാണ്. അങ്ങനെ ഈ 94 കാലയളവിൽ ഇയാൾ ഈ ഓരോ ഭീകരവാദ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കൊടുക്കുന്നു, ഭീകരവാദികളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ 100 കണക്കിന് ചെറുപ്പക്കാരെ ഈ ഭീകരവാദ ആശയങ്ങളിൽ നിന്നും മുക്തരാക്കി സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായകരമായ നിലപാടെടുത്ത ഒരാളാണ് ഇയാൾ. അതാണ്ട് 500ഓളം ചെറുപ്പക്കാരെ ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇയാൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ പലരും ഈ അവിടെ തന്നെ ഒരു മിലിറ്ററി ഫോഴ്സ് ഉണ്ട്, കൃത്യമായി പറഞ്ഞാൽ അതായത് ടെറിട്ടോറിയൽ ആർമി എന്ന് പറയും. കശ്മീരിലുള്ള ആളുകൾ തന്നെ പങ്കെടുക്കുന്ന ഒരു സൈനിക വിഭാഗമാണ്. അങ്ങനെ ഈ 500ഓളം പേരിൽ ഒരു ബഹുഭൂരിപക്ഷ ആൾക്കാരെ ടെറിട്ടോറിയൽ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഇയാൾ കാരണക്കാരനായിട്ടുണ്ട്. കൂടാതെ മറ്റു പല ഉപജീവന മാർഗങ്ങളിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഒരു 300ഓളം ഭീകരവാദികളെ ഇല്ലാണ്ടാക്കാനും ഇയാൾക്ക് സാധിച്ചു. അപ്പോൾ ഇത്തരത്തിൽ സ്തുത്യർഹമായ ഒരു സേവനം ചെയ്തുകൊണ്ട് തന്നെ 1999 അതോടുകൂടി ഇയാളുടെ ഈ അണ്ടർ കവർ ഏജൻ്റ് എന്ന് പറയുന്ന ലേബൽ അങ്ങ് മാറുകയാണ്. അതുവരെ സൈന്യം ഇയാൾ ഒരു ഭീകരവാദിയാണെങ്കിലും ഇയാളെ പൊതുസമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഇയാളൊരു ഇവരുടെ സൈന്യത്തിൻ്റെ ഒരു ഏജൻ്റ് ആണെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ ഇയാളുടെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചേക്കുകയാണ്. പക്ഷേ 99 ഈ പറയുന്ന ടെറിട്ടോറിയൽ ആർമി ഇയാളെ
സർവീസിലേക്ക് എടുക്കുകയാണ്. അതെടുക്കുന്നതും ചെറിയ പുള്ളിയായിട്ടൊന്നുമല്ല, എടുക്കുന്നത് ഒരു ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ എന്ന ഒരു അത്യാവശ്യം നല്ല തസ്തികയിലേക്കാണ് ഇദ്ദേഹത്തെ നിയമിക്കുന്നത്. അത് ഇന്ത്യൻ പ്രസിഡന്റ് നേരിട്ട് കമ്മീഷൻ ചെയ്ത ഒരു തസ്തികയായിട്ടാണ് ഇയാൾക്ക് ഇത് കൊടുക്കുന്നത്. 2021 ഇദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. അപ്പോൾ ക്യാപ്റ്റൻ എന്ന പദവിയോടുകൂടിയാണ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തത്. പക്ഷേ ഇതിനിടയിൽ ഇയാൾക്ക് ഒരുപാട് യാതനകൾ സഹിക്കേണ്ടി വന്നു. ഇയാൾ ഒരു ഭീകരവാദിയായിട്ട് അവരുടെ കൂടെ നിന്ന് അവർക്കിട്ട് പണി കൊടുക്കുന്ന ഒരു പരിപാടിയാണല്ലോ ചെയ്തത്. സ്വാഭാവികമായിട്ട് ഇയാൾക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാവും. ഇയാൾക്ക് 2 തവണ ഇയാൾക്ക് നേരെ ആക്രമണം ഉണ്ടായി, ഇയാളെ കൊല്ലാനായിട്ട്. കാലിന് വെടിയേറ്റ ഒരു സംഗതികളുണ്ടായി. ഇയാൾക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബം അതുമാത്രമല്ല, ഇയാളുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി. 2 തവണ തീവപ്പുണ്ടായി വീടിന്. പിന്നെ ഇയാൾക്ക് ഒരു 2 ആൺമക്കളും ഒരു പെൺകുട്ടിയും ഉണ്ട് ഇയാൾക്ക്. ഈ മക്കൾ 16 തവണയാണ് സ്കൂളുകൾ മാറേണ്ടി വന്നത്, അവരുടെ ജീവൻ ഭയമുള്ളതുകൊണ്ട്. ഈ മക്കളിൽ ഒരാൾ ഡോക്ടറാണ്, മകൾ ഡോക്ടറായി. ഒരു മകൻ ഇപ്പോൾ കാനഡയിലാണ്, ഒരു മകൻ കാശ്മീരിൽ അയാൾക്കൊപ്പം ഉണ്ട്. ഈ കാനഡയിലുള്ള മകൻ നിരന്തരമായി ഇയാൾ വിളിക്കുന്നുണ്ട്, ഇതെല്ലാം ജീവന് ഭീഷണിയുള്ള സംഗതിയാണ്, ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ. പക്ഷേ ഇയാൾ പറയുന്നത് ഇയാളുടെ ദൗത്യം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇനിയും ഈ ഭീകര ആശയങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇതിൽ നിന്ന് മുക്തി നേടാൻ താനൊരു പ്രചോദനമായിട്ട് ഇവിടെ ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കൂടിയാണ് ഇയാൾ. അപ്പോൾ അത്തരത്തിൽ ഒരു ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ഇയാൾക്കിപ്പോൾ ഒരു പരാതിയുണ്ട്, ഒരു പരിഭവമുണ്ട്. ഇപ്പോഴും നമ്മുടെ രഹസ്യാന്വേഷണ രേഖകളിൽ ഇയാൾ ഇപ്പോഴും ഒരു മുൻ തീവ്രവാദി എന്ന ലേബലിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി കിട്ടണം എന്നൊരു പരിഭവം ഇയാൾക്കുണ്ട്. പക്ഷെ അത് മാറ്റി എത്രത്തോളം മാറുമെന്നറിയില്ല. കാര്യം ഔദ്യോഗിക രേഖകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി ഇയാൾ ചെയ്ത മറ്റൊരു സുപ്രധാന സംഗതി, ഇയാൾ ഈ രീതിയിൽ മുൻപ് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ ഇയാൾ അടർത്തി മാറ്റിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ചെറിയ ഒരു രഹസ്യാന്വേഷണ സംഘത്തെ ഈ പറയുന്ന മേഖലയിൽ ഇയാൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിനെ ജെയിംസ് ബോണ്ട് ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അത് ഈ പുൽവാമയിലും ഷോപ്പിയാനും എന്ന് പറയുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് സൈന്യത്തിന് വേണ്ട രഹസ്യ വിവരങ്ങൾ നൽകുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പക്ഷേ ഒരു സിനിമാ കഥയായിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ വാസ്തവമാണ്. അങ്ങേരിപ്പോഴും അയാളുടെ വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോഴും അയാൾ ഈ പറയുന്ന മുൻ ചരിത്രമെല്ലാം അട്ടിയിട്ട് പറയാൻ ഒരുപാട് കഥകൾ ഇദ്ദേഹത്തിനുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഈ ഭീകരവാദം എന്ന് പറയുന്ന ഒരു നശിച്ച ആശയത്തിൽ പെട്ടുപോകാതെ, അതായത് പലരെയും മതപരമായിട്ടൊക്കെ ചിന്തിപ്പിച്ച് അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും കുത്തിവെച്ചുകൊണ്ടാണല്ലോ പലരെയും ചാവേറുകളും ഭീകരവാദികളും ഒക്കെ ആക്കുന്നത്. ആ രീതിയിൽ വഴിതെറ്റി പോകുന്ന വലിയൊരു കൂട്ടം ആൾക്കാരെ അതിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഇങ്ങോട്ടേക്ക് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വലിയൊരു പങ്ക് വഹിച്ചു. ഇനി അതും പറഞ്ഞിട്ട് അനുസരിക്കാതെ ചത്തു തൊലയണമെന്ന് ആഗ്രഹിച്ച 100-300 പേരുടെ ഇല്ലാതാക്കാനായിട്ടും ഇയാൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുക, ഇത് എല്ലാവർക്കും പ്രചോദനകരമായ ഒരു വാർത്തയാണ്. നമ്മൾ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നൊക്കെ പറയുന്നത്, തെറ്റ് ചെയ്യാത്തവരായില്ല. പക്ഷേ അത് തിരുത്തി പശ്ചാത്തപിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ആ തെറ്റുകളൊക്കെ മാറി നമ്മൾ പുതിയൊരു ജീവിതം ആരംഭിക്കുക. അപ്പോൾ ഇദ്ദേഹം ഈ സൈന്യത്തിലേക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഈ മതഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കുറേ യുവാക്കൾക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പ്രചോദനം തന്നെയാണ്.